കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അസാധാരണമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇടതുപക്ഷ മുന്നണി കടന്നുപോകുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം നേടാനാകാത്തതും UDF ക്യാമ്പിലുണ്ടായ ആവേശം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ആശങ്കയും CPM-നെ ഗൗരവമായി പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ പരാജയ ഭാരത്തിൽ തളർന്നിരിക്കാതെ ശത്രുവിനെ അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ നേരിടുക എന്ന പിണറായി വിജയന്റെ ശൈലി ഒരിക്കൽ കൂടി കേരളം കാണാൻ പോകുന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ കർശന നിർദ്ദേശങ്ങൾ ഒന്നേയുള്ളൂ: ഇനി സമയം കളയാനില്ല, നമ്മൾ ഇലക്ഷൻ മോഡിലേക്ക് മാറുകയാണ്. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് തുടങ്ങാറുള്ള ഒരുക്കങ്ങൾ ഇത്തവണ 1 വർഷം മുൻപേ ആരംഭിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. 2 മാസത്തെ കൃത്യമായ സമയപരിധിയാണ് പദ്ധതിക്കായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും മുന്നിൽ അദ്ദേഹം വെച്ചിരിക്കുന്നത്. പാതി വഴിയിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പാലങ്ങൾ, റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ എന്നിവ യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർപ്പാക്കണം. വിജ്ഞാപനം നേരത്തെ വന്നേക്കാം എന്ന മുൻകൂട്ടി കണ്ടുള്ള നീക്കം പ്രതിപക്ഷത്തെ പോലും അമ്പരപ്പിക്കുന്നതാണ്. ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിലൂടെ ഭരണവിരുദ്ധ വികാരത്തെ വികസന ചർച്ചകൾ കൊണ്ട് മൂടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്.